സൂക്ഷ്മദർശിനി ഇപ്പോൾ ഇങ്ങനെ കണ്ടു വന്നോളൂ. ഞാൻ കണ്ടത് വി ബി മാളിലാണ്, തൃപ്രയാറുള്ള വി ബി മാളിൽ. നല്ല തിയേറ്ററാണ്. ഞാൻ എപ്പോഴും സിനിമ കാണുന്ന തിയേറ്ററാണ് വി ബി മാൾ സിനിമാസ് എന്ന് പറയുന്നത്. അവിടെ കണ്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. നല്ലൊരു വെൽ പാക്ഡ് മിസ്റ്ററി ത്രില്ലർ എന്ന് പറയാവുന്ന സിനിമ. പൂർണ്ണമായിട്ടും ത്രില്ലർ സിനിമയാണ്. കോമഡി പ്രതീക്ഷിച്ച് ഞങ്ങൾ പോയരുത്. ബേസിലിൻ്റെ കോമഡി ഒന്നും ഇതിലുണ്ടാവില്ല. നല്ല ഒരു പക്ക അശ്ലീലങ്ങളൊന്നുമില്ലാത്ത, അശ്ലീല സംഭാഷണങ്ങളൊന്നുമില്ലാത്ത, രംഗങ്ങളൊന്നുമില്ലാത്ത, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പക്ക ഒരു ടൈറ്റ് ചെയ്തേക്കുന്ന ഒരു ഉഗ്ര സിനിമ. എം സി ജിതിനാണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. എം സി ജിതിൻ എന്ന് പറയുമ്പോൾ 2018 നോൺസെൻസ് എന്ന് പറയുന്നൊരു പടം ഡയറക്റ്റ് ചെയ്ത എം സി ജിതിനാണ് ഇതിൻ്റെ ഡയറക്ഷൻ. നമ്മൾ പേര് ഡയറക്ഷൻ എഴുതി കാണിക്കുന്ന എം സി എന്നാണ്. എം സി ജിതിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. എ വി അനൂപും ഷൈജു ഖാലിദും ഷമീർ താഹിറും ഇവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. എ വി അനൂപിൻ്റെ എ വി പ്രൊഡക്ഷൻസും ഷമീർ താഹിറിൻ്റെയും ഷൈജു ഖാലിദിൻ്റെയും ഹാപ്പി അവേഴ്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയും കൂടിയിട്ടാണ് സിനിമ നിർമ്മിച്ച് വിതരണം ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു നല്ല ബ്രാൻഡഡ് നിർമ്മാണ കമ്പനിയാണത് ഏറ്റെടുത്തേക്കുന്നത്. എന്തായാലും വിജയം ഉറപ്പാകുന്ന സിനിമകളാണ് അത്രയും വലിയൊരു ബാനറിൽ സിനിമാ നിർമ്മാതാക്കൾ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വിജയമായിരിക്കും. എന്തായാലും ഒരു മൗത്ത് പബ്ലിസിറ്റി വഴി വിജയമാകാൻ ചാൻസ് ഉള്ളൊരു സിനിമയാണ്. കിഷ്കിൻ്റെ കാണ്ട് അങ്ങനെയായിരുന്നു. ഞാൻ ബസ്സിലെ പോകുമ്പോൾ അധികം ആളുകളുണ്ടായിരുന്നില്ല. പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയുടെ കയറി വന്നൊരു സിനിമയാണ് കിഷ്കിൻ്റെ കാണ്ട്. അതുമാതിരി തന്നെയാണ് അത്. ഞാൻ ഇന്ന് തിയേറ്ററിൽ പോയപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വീക്കെൻഡ് ആയാലും ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും ഇതിൻ്റെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത ആളുകൾ തിയേറ്ററിലോട്ട് എത്തുക. എന്തായാലും ഞാൻ ചെന്നതിന് ശേഷം ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരുപാട് ഓൺലൈൻ ബുക്കിങ്ങുകൾ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ ഫുള്ളായിരുന്നു. നല്ലൊരു ഉഗ്രൻ സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ഈ സൂക്ഷ്മദർശിനി. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ തിയേറ്ററിൽ പോകാൻ കാരണം. ഒന്ന്, ബേസിലെ സിനിമകൾ ഞാൻ തുടർച്ചയായിട്ട് കാണാറുണ്ട്. നല്ല സിനിമകളാണല്ലോ. അയലത്തെ പയ്യൻ എന്ന് പറയുന്നൊരു ഇമേജ് ശരിക്കും ഇപ്പോൾ ബേസിലിനാണ്. ബേസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തൊരു വീട്ടിലെ പയ്യൻ അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളൊരു മുഖമായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ബേസിലെ സിനിമകൾ പൊതുവെ ഞാൻ കാണാറുള്ളത്. കൂടാതെ നസ്രിയ തിരിച്ചു വരുന്നൊരു സിനിമ എന്നുള്ളതും രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ സിനിമ കാണാൻ കാരണം. നമ്മൾ നേരത്തിലൊക്കെ കണ്ട നസ്രിയയുടെ ആ ഒരു കുട്ടിത്തം വിടാത്ത ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊന്നുമല്ലത്. ഇതിൽ വളരെ പക്വതയാർന്നിട്ടുള്ളൊരു കഥാപാത്രമാണ് നസ്രിയ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല, ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല, പക്ഷേ ഉള്ള ക്യാരക്ടേഴ്സൊക്കെ അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബേസിൽ ജോസഫും നസ്രിയുമാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. രമേശുണ്ട്. കോട്ടയം രമേശ് നമ്മൾ അറിയാലോ, അയ്യപ്പനും കോശിയിലെ ഡ്രൈവറായിട്ട് അഭിനയിച്ച നല്ല മസിലൊക്കെയുള്ള ഒരാൾ. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയൊക്കെ ത്രൂ ഔട്ടാണ്. ദീപക് പറമ്പോലുണ്ട് നസ്രിയുടെ ഹസ്ബൻഡായിട്ട്. ദീപക് പറമ്പോൽ ശരിക്കും എല്ലാ സിനിമയിലും വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും, പക്ഷേ ഇതിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയാണ്. സിദ്ധാർത്ഥ് ഭരതനുണ്ട്, പിന്നെ അഖില ഭാർഗവനുണ്ട്, മെറിൻ ഫിലിപ്പ്, ആതിര രാജീവ്, ഇങ്ങനെ കുറച്ച് താരനിരകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും വളരെ വൃത്തിയായിട്ട് അവരവരുടെ ക്യാരക്ടറുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റേഴ്സ്, ഡയറക്ടർ തന്നെ ഒരു റൈറ്ററാണ്. പിന്നെ ലിബിൻ ടി പി എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്. അതുൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന റൈറ്ററുണ്ട്. ഇവരൊക്കെ സിനിമയായിട്ട് നേരത്തെ ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. അതുൽ രാമചന്ദ്രൻ ആശാങ്ക് എന്ന് പറയുന്നൊരു ഫിലിം നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ റൈറ്ററുമാണ് അതുൽ രാമചന്ദ്രൻ. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു കോ റൈറ്റർ. ചെമ്മൻ ചാക്കോണ് എഡിറ്റർ. എഡിറ്റിങ്ങും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പറയാം. ഫുള്ളായിട്ട് ഞാൻ പറയാൻ ആളല്ല. നിങ്ങൾ ഈ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. മാനുവലും അമ്മയും അദ്ദേഹത്തിൻ്റെ പഴയൊരു വീട്ടിലോട്ട് താമസിക്കാൻ വരുന്നതും പിന്നെ അവിടുത്തെ അയൽവക്കമായിട്ടൊക്കെ പരിചയപ്പെടുന്നതും പിന്നെ അയൽവക്കത്തുള്ള ആളുകൾ ഒരു ചില പ്രത്യേക കാര്യങ്ങളിൽ പോയിട്ട് ഇടപെടുന്നതും അത് തെളിയിക്കപ്പെടുന്നതൊക്കെയാണ് കഥ. അത്രയും നമുക്ക് കഥ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ത്രില്ലർ സിനിമകളാകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കഥ തന്നു പറയാൻ പറ്റില്ല. ബെസ്റ്റ് എഡിറ്റിംഗ് ആണ്. BGMും അടിപൊളിയാണ്. ഡയറക്ഷൻ ഉഗ്രനാണ്. ക്രിസ്റ്റോ സേവിയറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. മ്യൂസിക്കിന് വലിയ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും ഈ സിനിമയിലില്ല. പക്ഷേ എന്നാലും ചില ഈ ത്രില്ലിംഗ് മൂമെൻറ്റ്സ് ഒക്കെ വരുന്നുള്ള BGM മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയറാണ് മദനോത്സവം എന്ന് പറയുന്ന സിനിമ, 18+ മൂവി എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ ഭീഷ്മപർവ്വത്തിൻ്റെ ട്രെയിലർ ട്രാക്ക് ചെയ്തേക്കുന്ന പുള്ളിയാണ്. അങ്ങനെയാണ് പുള്ളി ഫേമസ് ആയി വരുന്നത്. പിന്നീടാണ് ഈ സിനിമ ചെയ്യുന്നത്. സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് ശരൺ വേലായുധനാണ്. അദ്ദേഹം സൗദി വെള്ളക്ക, പാച്ചവും അത്ഭുത വിളക്കൊക്കെ ചെയ്തേക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമോട്ടോഗ്രാഫി അടിപൊളിയാണ്. പിന്നെ സിനിമോട്ടോഗ്രാഫിക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഈ സിനിമയിലില്ല. ഡ്രോൺസിൻ്റെ കുറേ ഷോട്ടുകൾ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്ന പല റിവ്യൂസിലും ഞങ്ങളുടെ ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്നൊരു സിനിമയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാനുള്ള നിങ്ങൾ തന്നെ പറയണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ദൃശ്യം കണ്ടവരും ഈ സൂക്ഷ്മദർശിനി കണ്ടവരും എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാം, ദൃശ്യത്തേക്കാൾ വലിയൊന്ന് വെച്ചാൽ അത് വേറൊരു ടൈപ്പ് സിനിമയാണ്. ഇതൊരു വേറൊരു ടൈപ്പ് സിനിമയാണ്. ഇതൊരു വളരെ ലൈറ്റ് വെയിറ്റ്, വളരെ ചെറിയൊരു സിനിമയാണ്. ഇപ്പോൾ അറിയാലോ, മലയാളത്തിൽ കൂടുതൽ ഇറങ്ങുന്നതും ത്രില്ലർ സിനിമകളാണ്. അതാണ് വിജയം കാണുന്നത്. ഇപ്പോൾ കിഷ്കിൻ്റെ കാണുന്ന പറയുന്ന സിനിമ വളരെ ചെറിയൊരു സിനിമയാണ്. കുറച്ച് ലൊക്കേഷൻസും കാര്യങ്ങളും, അതേമാതിരി തന്നെ വളരെ കുറഞ്ഞ ലൊക്കേഷൻസും, ഒരു വീടും ഒരു 3-4 വീടുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണത്. പിന്നെ ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2 ട്രെയിലറിൽ കാണിച്ചു. ഒന്ന് പുഷ്പ 2, നമ്മൾ വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ് പുഷ്പ 2ഉം ബാറോസും. അതിൻ്റെ രണ്ടിൻ്റെ ട്രെയിലറിൽ നല്ല ഗംഭീര ട്രെയിലേഴ്സാണ്. ട്രെയിലർ കണ്ടിട്ട് പടം നന്നാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആ ട്രെയിലറുകളും ഇതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. 2 മണിക്കൂറും 22 മിനിറ്റും ഉണ്ട് കേട്ടോ സിനിമ. അതായത് നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഓരോ സീൻസും വളരെ പാക്ഡ് ആയിട്ട്, വളരെ ഒരു ജമ്പിങ് ഇല്ല, നമുക്ക് വളരെ ഒഴുക്കത്തോടു കൂടി കണ്ട് ലാസ്റ്റ് എന്താവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വരുത്തുന്ന ഒരു മികച്ച ഒരു
ഉഗ്രൻ ത്രില്ലറാണ് ശരിക്കും സിനിമ. നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ജോണറാണ്. അത് മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണർ മലയാളത്തിൽ അധികം ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇത് പക്ക മിസ്റ്ററി ത്രില്ലറാണ്. എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫ് നമ്മളിപ്പോൾ ഈ കണ്ട അയലത്തെ പയ്യൻ ഇമേജുകൾ മാറ്റി വെച്ചിട്ട് ശരിക്കും ഒരു കോമഡി അല്ലാത്തൊരു ക്യാരക്ടർ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്ന ഒരു സിനിമയാണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോമഡി പ്രതീക്ഷിച്ച് പോകരുത്. കോമഡി ഒരു സിനിമയല്ലത്, എന്നാലും വളരെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള കോമഡികളൊക്കെ ഇതിലുണ്ട്. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പിന്നെ സിനിമ കണ്ടതിന് ശേഷം ഇത് കാണണം എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് ഞാനിപ്പോൾ ഇതിലൂടെ പറഞ്ഞത്. കാണണം എന്ന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പോയിട്ട് കാണാം. ഒരു റിവ്യൂവിനൊന്നും വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് മുതലാവുന്ന ഒരു സിനിമയാണ് സത്യത്തിലത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരപ്രദമാവും. പിന്നെ ദൃശ്യം ഇതും കണ്ടവർ എന്താണ് അതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് അതും കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരുപാട് നമ്മൾ മൂവീസിൻ്റെ റിവ്യൂസ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ മൂവീസിൻ്റെ റിവ്യൂസ് ചെയ്യാറ്. സമയം കിട്ടാറുള്ള സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷം വിശദമായി അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സിനിമയുടെ റിവ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.